സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടഡ് കാറ്റഗറി 4 മ്യൂസിക് അതിൽ തയ്യാറാകുന്ന വിദ്യാർത്ഥികളെ നമ്മുടെ സിലബസ് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഉള്ളതാണ് ഒറിജിൻ ഓഫ് മ്യൂസിക്. ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക്കിൽ ഫസ്റ്റ് വരുന്നതാണ് ഒറിജിൻ ഓഫ് മ്യൂസിക്. മ്യൂസിക്കിൻ്റെ ഒറിജിൻ നമ്മൾ പറയുക വേദങ്ങളിൽ നിന്നാണ് മ്യൂസിക് ഉണ്ടായെന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിൻ? അതിനായി നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതാണ് എന്താണ് സംഗീതം. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാഷയാണ് അല്ലേ. ഭാഷ എന്ന് പറയുമ്പോൾ പല ലാംഗ്വേജസ് ഉണ്ട്. എന്നാൽ സംഗീതം എന്താണ്? നാദഭാഷയാണ്. സ്വരങ്ങളുടെ സഹായത്തോടെ നമ്മൾ ആശയ പ്രകടനം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് എന്ത്? സംഗീതം. അതുകൊണ്ട് തന്നെ സംഗീതത്തെ നാദഭാഷയെന്നാണ് പറയുക. അതുപോലെ ഈ സംഗീതത്തിന് മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളെയും നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഭക്തി, കോപം, സന്തോഷം, അതുപോലെ തുടങ്ങിയ രസങ്ങൾ, ഇതെല്ലാം നമുക്ക് സംഗീതത്തിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയും. അപ്പോൾ എന്താണ് അതിന് സഹായിക്കുന്നത്? സംഗീതത്തിലെ രാഗങ്ങൾ എന്ന് പറയുന്നതാണ് അതിന് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിങ്ങനെ പറയാം, ഒരു കവി തൻ്റെ ആശയം എന്താണ്? തൻ്റെ പദങ്ങൾ വരികളിലൂടെ പ്രകടിപ്പിക്കുന്നു. അതുപോലെ ഒരു ചിത്രകാരൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാവനയിലൂടെ ഒരു കടലാസിൽ അദ്ദേഹം അത് വരച്ചു കാട്ടുന്നു. ഒരു ശില്പി എന്താണ് ചെയ്യുന്നത്? കല്ലിലോ അല്ലെങ്കിൽ മരത്തിലോ തൻ്റെ ആശയം അത് കൊത്തിവെക്കുന്നു. അതുപോലെ ഒരു സംഗീതജ്ഞൻ എന്താണ് ചെയ്യുന്നത്? തൻ്റെ വികാരങ്ങൾ ശബ്ദവൈവിധ്യങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നതാണ് കലകൾ. കലകൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: പ്രയോജക കലകൾ, സുകുമാര കലകൾ. എന്താണ് പ്രയോജക കലകൾ? മനസ്സന്തോഷത്തിലുപരി ദൈനംദിന ജീവിതത്തിന് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നതാണ് പ്രയോജക കലകൾ. സുകുമാര കലകൾ എന്താണ്? മധുരാനുഭൂതി അതുമാത്രം തരുന്ന കലകളാണ് സുകുമാര കലകൾ. ഈ സുകുമാര കലകൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ദൃശ്യകലകൾ, ശ്രവ്യകലകൾ. ദൃശ്യകലകൾ എന്താണ്? നമ്മൾ കാണുന്നവ. അതുപോലെ ശ്രവ്യകലകൾ ആസ്വദിക്കുന്നു, സംഗീതം. അപ്പം ദൃശ്യകലയിൽ ഉൾപ്പെടുന്നതാണ് സംഗീതം. ഈ സുകുമാര കലകളിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനം സംഗീതത്തിനാണ്. അതുപോലെ സംഗീതമെന്ന് പറയുന്നത് എന്താണ്? ഗീതം, വാദ്യം, നൃത്തം, ഇത് മൂന്നും അടങ്ങിയതാണ് എന്ത്? സംഗീതം. അതുപോലെ വേദങ്ങളിൽ നിന്നാണ് സംഗീതം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം 4 വേദങ്ങളുണ്ട്: സാമവേദ, യജുർവേദ, അഥർവവേദ, ഋഗ്വേദ. ഇങ്ങനെ 4 വേദങ്ങളുണ്ട്. ഇതിൽ സാമവേദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? സംഗീതം ഉണ്ടായത്. ഇനി അടുത്തതാണ് മാർഗി ആൻഡ് ദേശി. മാർഗസംഗീതവും ദേശീയ സംഗീതവും. അപ്പോൾ പൗരാണിക കാലം മുതൽ സംഗീതത്തെ മാർഗ സംഗീതമെന്നാണ് പറഞ്ഞിരുന്നത്. അത് പിന്നീടാണ് അഭിവൃദ്ധിപ്പെട്ട് എന്തായത്? ദേശീയ സംഗീതമായി മാറിയത്. പൗരാണിക കാലത്ത് വേദോച്ചാരണത്തിനും മന്ത്രോച്ചാരണത്തിനൊക്കെ ഉപയോഗിച്ച സംഗീതം മാർഗസംഗീതമാണ്. അതിൽ 1-2 സ്വരങ്ങളെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അതിൽ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാർഗസംഗീതമാണ് പുരാതന സംഗീതം. ഇനി അടുത്തതാണ് ദേശീയ സംഗീതം. ദേശീയ സംഗീതം മാർഗസംഗീതത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഇപ്പോൾ ഓരോ പരിസരത്തിൻ്റെയും അല്ലെങ്കിൽ അതാത് ദേശത്തിൻ്റെയും അവിടുത്തെ വൈവിധ്യങ്ങൾ അല്ലെ പ്രത്യേകതകൾ അതനുസരിച്ച് രൂപപ്പെട്ടു വന്ന സംഗീത രൂപമാണ് എന്ത്? ദേശീയ സംഗീത രൂപം. ദേശീയ സംഗീത രൂപത്തിൽ ഉൾപ്പെടുന്ന ഇതാണ് കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം. അങ്ങനെ ഓരോ പ്രദേശത്തിൻ്റെ നാടൻ കലാരൂപങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? ദേശീയ സംഗീതത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് സാംബമൂർത്തിയുടെ ഡിക്ഷണറി ഓഫ് സൗത്ത് ഇന്ത്യൻ മ്യൂസിക്. പലപ്പോഴും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു പോർഷനാണത്. ഡിക്ഷണറി ഓഫ് സൗത്ത് ഇന്ത്യൻ മ്യൂസിക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മ്യൂസിക് ബുക്കിൻ്റെ രചയിതാവ് ആരാണ്? പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കണം. സൗത്ത് ഇന്ത്യൻ മ്യൂസിക് ബുക്കിൻ്റെ രചയിതാവ് പി സാംബമൂർത്തിയാണ്. അടുത്ത ടോപ്പിക്കാണ് ഇവാലുവേഷൻ ഓഫ് സ്കെയിൽസ്. ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മ്യൂസിക്കിൻ്റെ 3 പീരിയഡ്സ്, കാലഘട്ടങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം.
അതിലൊന്നാമത്തെയാണ് ഏൻഷ്യൻ പീരീഡ്, രണ്ടാമത്തെ മിഡീവൽ പീരീഡ്, മൂന്നാമത്തെ ഗോൾഡൻ ഏജ് അല്ലെങ്കിൽ മോഡേൺ പീരീഡ്. അപ്പോൾ ഈ 3 പീരീഡിൽ ഏൻഷ്യൻ പീരീഡിലാണ് എന്തുണ്ടായത്? ഇവാലുവേഷൻ ഓഫ് സ്കെയിൽസ്. ഇവാലുവേഷൻ ഓഫ് സ്കെയിൽസ് എവിടെ നിന്നാണ് ഉണ്ടായത്? നാരദ പരിവ്രജക ഉപനിഷത്തിൽ നിന്നാണ് ഇവാലുവേഷൻ ഓഫ് സ്കെയിൽസ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത്. മാത്രമല്ല സപ്തസ്വരത്തെക്കുറിച്ച് ആദ്യമായി മെൻഷൻ ചെയ്യുന്നതും നാരദ പരിവ്രജക ഉപനിഷത്തിലാണ്. അതുപോലെ സംഗീതം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്തിനാണ്? വേദങ്ങൾ, വേദിക് സിംഗിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ ഒരു സ്വരമാണ്, 1-2 സ്വരങ്ങളെ ആദ്യം ഉണ്ടായുള്ളൂ. പിന്നെ അത് ഗ്രാജുവലി 7 ബേസിക് നോട്ടിലേക്ക്, സ്കെയിൽസിലേക്ക് എത്തി വന്നതാണ്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട, ഈ പീരീഡിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഫേമസ് ആയിട്ടുള്ള സ്കോളേഴ്സാണ് ഇല്ലാങ്കോ അടികൾ. അപ്പോൾ ഇല്ലാങ്കോ അടികൾ എന്ന് പറയുന്നത് സൗത്തിൽ നിന്നുള്ള തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു സ്കോളറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിലപ്പടികാരം എന്ന് പറയുന്ന വർക്കിൽ ആണ് ഫസ്റ്റായിട്ട് ഏൻഷ്യൻ തമിഴ് മ്യൂസിക്കിൻ്റെ ഡെവലപ്മെൻറ്റും ഐഡിയാസും ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരാളാണ് മഹേന്ദ്രവർമ്മ. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് കുടുമിയാമലൈ ഇൻസ്ക്രിപ്ഷൻസ്. അതിൽ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ കോണ്ടംപററി ആയിട്ടുള്ള മ്യൂസിക് ഫാക്ടേഴ്സ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്കിലാണ്. അടുത്തതാണ് ഫോംസ് ഇൻ സേക്രഡ് മ്യൂസിക് ആൻഡ് ദിയർ ഇവാലുവേഷൻ. പോപ്പുലറായിട്ട് കർണാട്ടിക് മ്യൂസിക്കിലുള്ള സേക്രഡ് മ്യൂസിക്കൽ ഫോംസാണ് ആലാപന, നിരവൽ, പല്ലവി, രാഗം, സ്വരകൽപ്പന, താനം, തനിയാവർത്തനം തുടങ്ങിയവ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഫോംസാണ്. അപ്പോൾ ഇതിൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണ്? ഇതിൻ്റെയൊക്കെ ഇവാലുവേഷൻ ഓഫ് സ്കെയിൽസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ടു, നാരദ പരിവ്രജക ഉപനിഷത്തിൽ നിന്നാണ് സപ്തസ്വരത്തെക്കുറിച്ച് ഫസ്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് 7 നോട്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വരത്തിൽ നിന്നാണ്, ഈ ഇവാലുവേഷനിൽ നിന്നാണ് ഇതുപോലുള്ള സേക്രഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഫോംസ് രൂപപ്പെട്ടത്. നമ്മൾ കണ്ടു വേദിക് സിംഗിങ് ആണ് ഫസ്റ്റ് സിംഗിങ്. മന്ത്രോച്ചാരണത്തിനും വേദോച്ചാരണത്തിനൊക്കെ യൂസ് ചെയ്തതായിരുന്നു. അപ്പോൾ ആദ്യം അതിൽ 1-2 സ്വരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നത് 7 സ്വരത്തിലേക്ക് എത്തി നിന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ സേക്രഡ് മ്യൂസിക്കൽ ഫോംസ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ മോസ്റ്റ് ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഫോംസ്, കർണാട്ടിക് മ്യൂസിക് ഫോമിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ആലാപന അതുപോലുള്ള മ്യൂസിക് ഫോംസിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കാം. മാർഗ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് വിച്ച് ബ്രാഞ്ച് ഓഫ് മ്യൂസിക്? ഓപ്ഷൻസ്: രാഗം, സ്വരം, ഗമകം, താളം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, മാർഗസംഗീതം, ദേശീയ സംഗീതമൊക്കെ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, രാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഓതർ ഓഫ് ദ ബുക്ക് സൗത്ത് ഇന്ത്യൻ മ്യൂസിക്. അപ്പോൾ ഒരു സംശയം വേണ്ട, എന്താണ് ആൻസർ? ഓപ്ഷൻ എ, പി സാംബമൂർത്തി. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഓതർ ഓഫ് ദ ബുക്ക് ദക്ഷിണേന്ത്യൻ സംഗീതം. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ പി സാംബമൂർത്തി കണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അതാണ് ആൻസർ എന്ന് വിചാരിച്ച് അത് ആൻസർ ചെയ്യും. പക്ഷെ അത് തെറ്റാണ്. ദക്ഷിണേന്ത്യൻ സംഗീതം ഡോക്ടർ എ കെ രവീന്ദ്രനാഥിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ച് തന്നെ വെക്കണം. സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെയാണ് എന്ത്? സാംബമൂർത്തി. ദക്ഷിണേന്ത്യൻ സംഗീതം ഡോക്ടർ എ കെ രവീന്ദ്രനാഥ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: എ മ്യൂസിക് പെക്യുലർ ടു കേരള. കേരളത്തിൻ്റെ തനതായ ഒരു സംഗീതം. ഓപ്ഷൻസ് നമുക്ക് കാണാം: സോപാന സംഗീതം, ലളിത സംഗീതം, ഫിലിം മ്യൂസിക്, ഫോക്ക് മ്യൂസിക്. അപ്പോൾ ഇത് ഏത് പാർട്ടിയിൽ നിന്നാണ്? ദേശീയ സംഗീതം എന്ന പാർട്ടിയിൽ നിന്നാണ്. അപ്പോൾ ഓരോ ദേശത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് രൂപപ്പെട്ടതാണ് എന്ത്? ദേശീയ സംഗീതം. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരിക സോപാന സംഗീതം. കേരളത്തിൻ്റെ തനതായ സംഗീതം സോപാന സംഗീതമാണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ: ദ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് മ്യൂസിക്കൽ സിസ്റ്റംസ് ഓഫ് ദ വേൾഡ് ഈസ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: എത്നോ മ്യൂസിക്കോളജി, മ്യൂസിക്കോഗ്രഫി ആൻഡ് മ്യൂസിക് തെറാപ്പി.
അപ്പോൾ ഇവിടെ സ്റ്റഡി ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റഡി ഓഫ് എന്താ? ഓളജി അങ്ങനെ വന്നാൽ എന്താണ് അതിൻ്റെ മീനിങ് സ്റ്റഡി ഓഫ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം മ്യൂസിക്കോളജിയും എത്നോ മ്യൂസിക്കോളജിയെ ഓളജി വെച്ചിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ലോകത്തിലെ വ്യത്യസ്ത സംഗീത സമ്പ്രദായത്തെ പറ്റിയുള്ള പഠനമാണ് ലോകത്തിലെ. അപ്പോൾ എത്നോ മ്യൂസിക്കോളജിയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ, ഓപ്ഷൻ എ. അടുത്തത് ഓതർ ഓഫ് ദ ബുക്ക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂസിക്. നമുക്കറിയാം പ്രൊഫസർ പി സാംബമൂർത്തി, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഓതർ ഓഫ് സംഗീത കൽപ്പാദ്രുമ. നമുക്കറിയാം കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ടൈപ്പ് ഒരു ചോദ്യമാണ്, നമ്മൾ പഠിച്ചു വെക്കണം. ഓപ്ഷൻ എ ഡോക്ടർ മുത്തയ്യ ഭാഗവതർ, ഇതാണ് കറക്റ്റ് ആൻസർ.